ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്നുള്ള വിഷയത്തിന്റെ മൂന്നാം ഭാഗം സംസാരിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഗട്ട് ഇൻഫ്ലമേഷൻ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് സംസാരിച്ചത്. ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്നത്തെ ടോപ്പിക്കിലെ അലർജീസ് ആൻഡ് എക്സിമ എന്നുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതെന്താണെന്ന് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് വിശദമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് അലർജിയും എക്സിമയും. കുട്ടിക്കാലത്തെ മൂക്ക് പിഴിച്ചലും തുമ്മലും എപ്പോഴും ജലദോഷമോ ശ്വാസോച്ഛ്വാസമോ ആയ അവസ്ഥയിൽ നിന്നല്ല, മറിച്ച് അലർജി മൂലമാകാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ കുട്ടികളിൽ തുമ്മല്, ഞെരുക്കമുള്ള മൂക്ക്, കണ്ണിൽ ചുവപ്പും വെള്ളവും, അതുപോലെ തിണർപ്പ് അല്ലെങ്കിൽ ചൊറിച്ചൽ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൂമ്പൊടി, പൊടിപടലങ്ങൾ, പൂപ്പൽ എന്നിവ ശ്വസന പ്രവർത്തനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങളാണ്. തേനീച്ച കുത്തൽ, പ്രാണികളുടെ കടി എന്നിവയും പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം. സ്വാഭാവികമായിട്ടുള്ള ലബർ, ലാറ്റക്സും മറ്റു വസ്തുക്കളും എക്സിമ പോലുള്ള ചർമ്മ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം. ഭക്ഷണവും ചില മരുന്നുകളും ആശങ്കയുണ്ടാക്കാം. ചില സന്ദർഭങ്ങളിൽ ജീവൻ അപകടപ്പെടുത്തുന്ന അലർജി പ്രതിപ്രവർത്തനമായ അനാഫൈലസിന്റെ കൂടുതൽ ഗുരുതരമായ ആസ്മാറ്റിക് പ്രതികരണങ്ങൾ കുട്ടികളിൽ കണ്ടെന്നിരിക്കാം. പീഡിയാട്രിക്സ് ചൈൽഡ് ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച 2001 അവലോകനം അനുസരിച്ച് കുട്ടിക്കാലത്തെ അലർജികളിൽ ജനിതകവും പാരിസ്ഥിതികവുമായ ഘടകങ്ങൾ ഒരു പങ്ക് വഹിച്ചേക്കാം എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അലർജിയോ എക്സിമയോ ഉള്ള കുടുംബ ചരിത്രമുണ്ടെങ്കിൽ കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ കുട്ടികളുടെ ലക്ഷണങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതും ട്രിഗറുകൾ, അലർജികൾ, സെൻസിറ്റിവിറ്റികൾ എന്നിവ തിരിച്ചറിയുന്നതും ലക്ഷണങ്ങൾ, സങ്കീർണതകൾ, വിട്ടുമാറാത്ത വീക്കം എന്നിവ കുറയ്ക്കുന്നതിന് പ്രധാനമാണ്. The allergic triangle. People who have one atopic condition are more likely to develop another atopic condition, and the trigger factor for each may be the same. അപ്പൊ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സൈക്കിളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അലർജി, റൈനൈറ്റിസ്, എക്സിമ, ആസ്മ ഇത് തമ്മിൽ വളരെ അധികം ബന്ധങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ഒരു ചെയിൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എൻവയോൺമെന്റൽ ചേഞ്ചസ്, പലതരം പത്തോജൻസുകൾ മൂലമുള്ള ഇൻഫെക്ഷനുകള്, ഇതൊക്കെ ഇതിന് കാരണമാകാറുണ്ട്. ഇത് വന്നു കഴിഞ്ഞാല് ഇറിറ്റൻസ്, അതുപോലെ തന്നെ മറ്റ് മൈക്രോബയമിന്റെ അപാകതകള്, ടിഷ്യൂ ഡാമേജ്, ഇതൊക്കെ വരുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. വെതറിൽ വരുന്ന ചേഞ്ചസ്, ടോക്സിൻസ്, നമ്മുടെ ശരീരത്തിലെ pH ബാലൻസ്, ഇതൊക്കെ ഇതിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഡസ്റ്റ് മിഡ്സ് ഫുഡ്, അതുപോലെ ഉള്ള സംഗതികളൊക്കെ ഇതിന് കാരണമായിട്ട് വരുന്നതായിട്ട് നമുക്ക് വരാം. അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരാസൈറ്റ്സ് ഇതെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ശരീരത്തില് ഇത്തരം ഇൻഫെക്ഷൻസ് വന്നു കഴിയുമ്പോഴുള്ള ഇമ്മ്യൂണിറ്റി വീക്ക് ആകുന്നതിനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇമ്മ്യൂണിറ്റി വീക്ക് ആകുമ്പോൾ അതിന്റെ ആദ്യത്തെ സിംറ്റങ്ങളിൽ വരുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് നമുക്ക് ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, അതുപോലെ ആട്ടോ അലർജിക് ഡെർമറ്റൈറ്റിസിനൊക്കെ സാധ്യത അത് കൂട്ടുന്നു. പെർമിബിലിറ്റി ഡിസ്ഫങ്ഷൻ ഉള്ള സാധ്യത കൂട്ടുന്നു. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡിസ്ഫങ്ഷൻ ആക്കുന്നു.
അതുപോലെ സ്കിൻ ബാരിയറിന്റെ പ്രതിരോധ ശക്തി, നമ്മുടെ തൊലിപ്പുറമെയാണ് ഇത്തരം ബാഹ്യമായിട്ടുള്ള ബാക്ടീരിയകള്, വൈറസുകള്, അതുപോലെ പാരാസൈറ്റ്സ് ഒക്കെ പ്രവേശിക്കുന്നത്. അത് തടയുന്നതില് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡാമേജുകൾ അല്ലെങ്കിൽ സ്കിന്നിന്റെ പ്രതിരോധ ശക്തി കുറവ് അതിന് കാരണമാകുന്നു. പിന്നെ ജനറ്റിക് ആൻഡ് എപ്പിജനറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പാരമ്പര്യ രോഗങ്ങള് കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും ഇത് കണ്ടേക്കാം. നെക്സ്റ്റ് കുട്ടികളിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ബിഹേവിയറൽ പ്രോബ്ലംസ് ആൻഡ് ട്രബിൾ കോൺസെൻട്രേറ്റിംഗ്. അവരുടെ സ്വഭാവ രൂപീകരണത്തിലും ഡെവലപ്മെന്റ്സിലും അതുപോലെ അവരുടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള കഴിവുകളിലും എല്ലാം വളരെയധികം പ്രശ്നങ്ങൾ കാണാറുണ്ട്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോഴും ശാരീരികമല്ല. പെരുമാറ്റം, വൈകാരികം, മാനസികാരോഗ്യം എന്നിവയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നങ്ങളിൽ കോപം, ദേഷ്യം, പലപ്പോഴും വഴക്ക്, വെറുപ്പ്, നീരസം, ശാരീരികമായ പെരുമാറുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശാരീരികമായ വേദനിപ്പിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടാവുന്ന കാര്യങ്ങളാണ്. ചില കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോ ശാന്തത പാലിക്കുന്നതിനോ പ്രയാസമായിരിക്കാം. ബിഹേവിയറൽ കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ ചിലപ്പോൾ കുട്ടിക്കാലത്തെ വൈകാരികവും പെരുമാറ്റപരവുമായ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധ കമ്മി, അതായത് ശ്രദ്ധ കുറയൽ, അതായത് കോൺസെൻട്രേഷൻ ഡിസോർഡർ, ഓട്ടിസം, സ്പെക്ട്രം ഡിസോർഡർ, അതുപോലെ തന്നെ പ്രതിപക്ഷ ഡെഫൈൻഡ് ഡിസോർഡർ, ഉത്കണ്ഠ രോഗം, വിഷാദം, ബൈപോളാർ ഡിസോർഡർ, ലേണിംഗ് ഡിസോർഡർ, പെരുമാറ്റ വൈകല്യങ്ങൾ, മറ്റ് ക്രമക്കേടുകൾ അല്ലെങ്കിൽ മറ്റ് വൈകാരിക പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇത്തരം കുട്ടികളിൽ കാണുന്നത് സാധ്യതയുണ്ട്. വേൾഡ് ജേർണൽ ഓഫ് ക്ലിനിക്കൽ പീഡിയാട്രിക്സിൽ പ്രസിദ്ധീകരിച്ച 2018 അവലോകനത്തിൽ കുട്ടിക്കാലത്തെ പെരുമാറ്റവും വൈകാരികവുമായ പ്രശ്നങ്ങൾ പലപ്പോഴും മോശം മാനസിക, അക്കാദമിക്, തൊഴിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് കുട്ടിയെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കുട്ടികളില് ചെറുപ്പകാലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം വൈകാരിക പ്രശ്നങ്ങൾ, പെരുമാറ്റ പ്രശ്നങ്ങൾ, ഇതെല്ലാം മോശമായിട്ടുള്ള മാനസിക അവസ്ഥയ്ക്കും അതുപോലെ മോശമായിട്ടുള്ള അക്കാദമിക് ലേണിങ്സിനും, അതായത് പഠനകാലത്തുണ്ടാകുന്ന വൈകല്യങ്ങൾക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിലിൽ ഏർപ്പെടുന്ന സമയത്ത് അതിൽ വരുന്ന കഴിവുകേടിനും എല്ലാം ഇത് അവർക്ക് എഫക്റ്റീവായിട്ട് തൊഴില് ചെയ്യാൻ പറ്റാത്തതിനും എല്ലാം കാരണമാകുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. സിംറ്റംസ് ഓഫ് ADHD. ഇത്തരം കുട്ടികളെ ADHD ഉള്ള കുട്ടികളില് അവരുടെ ഇന്റൻഷൻസ്, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്റൻഷൻ ആണെങ്കിൽ ഡിസോർഗനൈസേഷൻ, lack of focus, difficulty giving attention to details, have trouble staying on topic while taking. Hyperactivity ആണെങ്കിൽ fidget and squirm when seated, get up frequently to walk or run around, have trouble playing quickly or doing quick hobbies. ഇമ്പൾസിവിറ്റിയിലെ ഇംപേഷ്യൻസ്, അതുപോലെ ഹാവിങ് എ ഹാർഡ് ടൈം വെയിറ്റിംഗ് ടു ടാക്ക് or react, blurt out answer before someone finishes asking them a question. അപ്പൊ ഇങ്ങനെയുള്ള ചില സിംറ്റങ്ങള് ഇത്തരം കുട്ടികളില് കാണാൻ നമുക്ക് സാധിച്ചേക്കാം എന്നുള്ളതാണ്. മറ്റൊന്നാണ് ട്രോമ ആൻഡ് ബ്രൂസിസ് ആൻഡ് പെയിൻ. പരിക്കുകളും വീഴ്ചകളും
മറ്റു ചെറിയ അപകടങ്ങളും കുട്ടികളിൽ സാധാരണമാണ്. അവ ചെറിയ മുറിവുകൾ, സ്ക്രാപ്പുകൾ, രക്തസ്രാവം, വീക്കം, വേദന എന്നിവയിലേക്ക് നയിച്ചേക്കാം. അവ കൂടുതൽ ഗുരുതരമായ ട്രോമ അല്ലെങ്കിൽ ഒടിവുകൾ, ബ്രേക്കുകൾ എന്നിവയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരു രക്ഷിതാവെന്ന നിലയിൽ നമ്മുടെ കുട്ടിയുടെ ചതവുകൾ, ചെറിയ പരിക്കുകൾ, വേദനകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ഒരു എമർജൻസി കിറ്റ് കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി പറയുന്നവ സൂക്ഷിക്കാൻ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു. എപ്സം ഉപ്പ്. പീഡിയാട്രിക്സ് ഡെർമറ്റോളജിയിൽ പ്രസിദ്ധീകരിച്ച 2015 ഒരു പഠനം ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ചെറിയ പേശി വേദനകൾക്ക് എപ്സം ഉപ്പുവെള്ളത്തിലുള്ള കുളി വളരെ ആശ്വാസം നൽകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആവശ്യമായ എണ്ണകൾ: കുരുമുളകും കുന്തിരിക്കവും പ്രാദേശികമായി പുരട്ടി ബാധിത പ്രദേശത്ത് മസാജ് ചെയ്യുമ്പോൾ തണുപ്പിക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്നു. 2011 വെസ്റ്റനിക് ഓട്ടോനോർലാറിംഗോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ആവശ്യ എണ്ണകൾ ശ്വസന ലക്ഷണങ്ങൾക്ക് സഹായകമാകുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 3. ആർണിക്ക. 2003 റോയൽ സൊസൈറ്റി ഓഫ് മെഡിസിൻ ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചതവ് കുറയ്ക്കാൻ ആർണിക്ക ജെൽ ഉപയോഗിക്കുക സഹായകമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹോമിയോപ്പതി ആർണിക്ക ജെൽ അല്ലെങ്കിൽ ക്രീം ചതവുകൾക്കും മുഴകൾക്കും വളരെ സഹായകരമാണ്. ഐസ് അല്ലെങ്കിൽ ഹീറ്റ് പാക്ക്. പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച 2014 അവലോകനം അനുസരിച്ച് ഐസും ഹീറ്റ് പാക്ക് തെറാപ്പിയും ഉപയോഗിക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്താനും വേദന, വീക്കം എന്നിവ കുറയ്ക്കാനും സഹായിക്കും. വീക്കം, വേദന എന്നിവയ്ക്ക് ഐസ് പാക്കുകൾ വളരെ മികച്ചതാണ്. ഹീറ്റ് പാക്കുകൾ വേദനയ്ക്കും പ്രത്യേകിച്ച് പേശികളുടെ പിരിമുറുക്കത്തിനും ആശ്വാസം നൽകും. പുനരുപയോഗിക്കാവുന്ന തരത്തിൽ ഇത് ക്രമീകരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ചൂടുവെള്ള കുപ്പി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് താപീകരണ പാടും പരീക്ഷിക്കാവുന്നതാണ്. പ്യുവർ വേവ് മസാജ് ടൂൾ. ചിൽഡ്രനിൽ പ്രസിദ്ധീകരിച്ച ഒരു 2019 അവലോകനം അനുസരിച്ച് കുട്ടികളുടെ മസാജ് തെറാപ്പി കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടില് മസാജ് ചെയ്യുന്നത് ചെറിയ വേദനയ്ക്കും സഹായകമാകും. Here are the appropriate ratios of Epsom salt to use in your bath. എപ്സം സാൾട്ട് ചേർത്ത് ഉപയോഗിക്കുന്ന അതിന്റെ ഒരു റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ 60 LB ഉള്ള കുട്ടികളിൽ 60 LB തൂക്കമുള്ള കുട്ടികളിലാണെങ്കിൽ ആഡ് ഹാഫ് കപ്പ് ഓഫ് സാൾട്ട് ടു എ സ്റ്റാൻഡേർഡ് സൈസ് ബാത്ത്. അത് സ്റ്റാൻഡേർഡ് സൈസ് ബാത്തിന് ഹാഫ് കപ്പ് സാൾട്ട് മതിയാവും. ഇൻഡിവിജ്വൽ ബിറ്റ്വീൻ 60 to 100 LB ആണെങ്കിൽ 1 കപ്പ് സാൾട്ട് ഒരു സ്റ്റാൻഡേർഡ് ബാത്തിന് ഉപയോഗിക്കാം. ഇൻഡിവിജ്വൽ 100 to 150 LB ഉള്ള ആളാണെങ്കിൽ 1.5 കപ്പ് ഓഫ് സാൾട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് സൈസ് ബാത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇൻഡിവിജ്വൽ ബിറ്റ്വീൻ 150 to 200 LB ആണെങ്കിൽ ആഡ് 2 കപ്പ് ഓഫ് സാൾട്ട് ടു സ്റ്റാൻഡേർഡ് സൈസ് ബാത്തിന് ഉപയോഗിക്കാം. For every 50 LB larger, add in an additional half cup of salt. ഇനിയിപ്പോ 200 കിലോയിലൊക്കെ കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഓരോ 50 കിലോയ്ക്ക് ഹാഫ് കപ്പ് വെച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇതാണ്. അടുത്തത് കുട്ടികളുടെ ചിൽഡ്രൻസിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളാണ്. ചിൽഡ്രൻസ് ഹെൽത്ത് റൂട്ട് കേസസ് ഫാക്ടർ ടു കൺസിഡർ. അത് എങ്ങനെയെന്ന് നോക്കാം. കുട്ടിക്കാലത്ത് സാധാരണ വെല്ലുവിളികളുടെ അപകട സാധ്യത കുറയ്ക്കാനും ലക്ഷണങ്ങൾ മെച്ചപ്പെടുത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ചില പ്രധാന മൂലകാരണ ഘടകങ്ങൾ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ കുട്ടികളുടെ ആരോഗ്യ മൂലകാരണ ഘടകങ്ങൾ കുട്ടിക്കാലത്തെ ആരോഗ്യ വെല്ലുവിളികളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും രോഗലക്ഷണങ്ങൾ വഷളാക്കുകയും വർദ്ധിപ്പിക്കുകയും അതുപോലെ രോഗത്തിൽ നിന്ന് നമുക്ക് സുഖം വീണ്ടെടുക്കുന്നതിനെ വൈകിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അപകട സാധ്യതകൾ കുറയ്ക്കാനും രോഗലക്ഷണങ്ങൾ മെച്ചപ്പെടുത്താനും താല്പര്യമുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ആരോഗ്യ മൂലകാരണ ഘടകങ്ങൾ
കണ്ടെത്തേണ്ടതും പരിഹരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതിൽ ഒന്നാണ് മോശം പോഷക ആഹാരശീലങ്ങൾ. കുട്ടികൾ അഭിമുഖീകരിക്കുന്ന സാധാരണ കുട്ടികളുടെ ആരോഗ്യ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ കാരണങ്ങളിൽ ഒന്നാണ് മോശം പോഷക ആഹാരശീലങ്ങൾ. ആരോഗ്യപരമായ പോഷക ആഹാരശീലങ്ങൾ സ്ഥാപിക്കുന്നത് മുലയൂട്ടൽ മുതൽ ആരംഭിക്കുന്നു. നിങ്ങൾ സോളിഡ് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് തുടരുന്നു. അതിനുശേഷം ഇത് തുടർച്ചയായ ദൈനംദിന പരിശീലനമാണ്. ഇതാണ് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പറയാനുള്ളത്. കുട്ടികളുടെ മോശം പോഷക ആഹാര ശീലങ്ങളെ കുറിച്ചിട്ടായിരിക്കും അടുത്ത ടോപ്പിക്ക് വരുന്നത്. അപ്പൊ ഈ ടോപ്പിക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് പലർക്കും ബുദ്ധിമുട്ടായതിനാല് നമ്മള് അത് കട്ട് ചെയ്താണ് പറയുന്നത്. അപ്പൊ അടുത്ത ഭാഗത്തില് കുട്ടികളുടെ ആഹാരശീലങ്ങൾ, മോശം ആഹാരശീലങ്ങൾ കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അടുത്തതും കാണാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.